നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഏവർക്കും സ്വാഗതം. Sri Ahmed Abdul Malik. Both have come all the way from Bahrain to grace this occasion and to bless all of us. Thank you for your presence. Thank you for your gesture. ഇനിയുള്ളതിൻ്റെ ഓണറബിൾ മിനിസ്റ്റർ ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. കെ പ്രേമചന്ദ്രൻ, ഞങ്ങളുടെ കൊല്ലത്തിൻ്റെ സ്വന്തം MP ശ്രീ കെ പ്രേമചന്ദ്രൻ, അദ്ദേഹത്തെ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത, ഒരിക്കലും അവഗണിക്കാനാകാത്ത ഒരു വലിയ ശക്തിയാണ് ശ്രീ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ആദിക്കലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ CPK കുഞ്ഞാലിക്കുട്ടി സാഹിബും. ഈ രണ്ടുപേരും എത്രയോ നാളായിട്ട് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും പ്രകാശം പകർന്നുകൊണ്ട് നമ്മളെ എല്ലാം നയിക്കുവാനായിട്ട് മുന്നിലുണ്ട്. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഗോകുലം ഗോപാലൻ, കേരളത്തിന്റെ വ്യവസായ രംഗത്ത് പുതിയ കഥകൾ രചിച്ച ആളാണ് ശ്രീ ഗോകുലം ഗോപാലൻ. എല്ലാ തരത്തിലും നമുക്ക് വിജയിക്കാനാകും, ഏത് വ്യവസായം വിജയിപ്പിക്കാനാകുമെന്ന് കാണിച്ചു തന്ന ശ്രീ ഗോകുലം ഗോപാലിനെ ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിൽ ചില ഓർഡറൊക്കെ മാറിപ്പോയിട്ട് പ്രോട്ടോകോൾ അനുസരിച്ച് അത് ദയവ് ചെയ്ത് എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്നൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ മുരളീധരൻ സാറിനെ, നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്ന, നമ്മുടെ എല്ലാം അഭിമാനമായ കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്ന ശ്രീ മുരളീധരൻ സാറിനെ ഞാൻ എളിമയോടെ സ്വാഗതം ചെയ്തു. പിന്നെ രമേശ് ചെന്നിത്തല സാർ, നേരത്തെ ഞാൻ കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെയും സിഹാബലി സാറിനെ കുറിച്ച് പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തില് ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തി രമേശ് ചെന്നിത്തല അവർ. അടുത്ത മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹം വെറുതെ എഴുതിയാൽ ആശംസിക്കുകയാണ്. ഇമാർ പോയോ? ഞാൻ അത് രാഷ്ട്രീയ ചർച്ചകൾക്കൊന്നും നമ്മളിവിടെ വേദിയല്ല. ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന അദ്ദേഹം ഞങ്ങളെ എല്ലാം ഒരു സ്നേഹിതനെ പോലെ ഞങ്ങൾക്കുള്ള സ്നേഹത്തോടും ബഹുമാനത്തോടും പെരുമാറുന്ന ഒരു വലിയ ചാലക ശക്തിയാണ്. ഞാൻ അദ്ദേഹത്തെ എളിമയോടെ സ്വാഗതം ചെയ്യും. ശ്രീ ശ്രേയസ് കുമാർ, മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറുള്ളതിലുപരി കേരളത്തിലെ സാമൂഹ്യ രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, കേരളത്തിൻ്റെ സാഹിത്യ രംഗത്ത് എല്ലാം നമുക്കൊരു മാതൃകയായിട്ട് MP വീരേന്ദ്രകുമാറിൻ്റെ ഒത്ത മകനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്കും അദ്ദേഹത്തിൻ്റെ പെരുമയ്ക്കും ഒട്ടും കളങ്കം വരാതെ, അതൊട്ടും ചോരാതെ കാത്തു സൂക്ഷിക്കുന്ന ശ്രീ ശ്രേയസ് കുമാറിനെ ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ വലിയ ശ്രീമതി വാസുകി ഇവിടെ എത്തിയിട്ടുണ്ട്, ഡോക്ടർ സെക്രട്ടറി. മാഡം, വെരി ഹാർട്ടി വെൽക്കം ടു മാഡം വാസുകി. ഷാജി കരുൺ നമ്മുടെ KSFDC ചെയർമാനാണ്, അദ്ദേഹത്തിനെ വിനയപൂർവ്വം സ്വാഗതം ചെയ്തു. TK രാജീവ് കുമാർ, ഡയറക്ടർ. ശ്രീമതി ഓമനക്കുട്ടി ടീച്ചർ, ഇപ്പോൾ അടുത്ത കാലത്ത് ഭരണശ്രീ കിട്ടി നമ്മളെല്ലാം അഭിമാനമായി മാറി, അല്ലെങ്കിൽ തന്നെ അഭിമാനമാണ്. ഒരു പ്രശസ്തമായ സംഗീത കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന അംഗമായ ഓമനക്കുട്ടി ടീച്ചറിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. ഞാൻ സുജിത് വിജയൻപിള്ള, അദ്ദേഹം കുടുംബക്കാരനാണ്. അതുകൊണ്ട് അദ്ദേഹം പോസ്റ്റായിട്ടാണ്, അദ്ദേഹം ഗസ്റ്റായിട്ടല്ല വരേണ്ടത്. എനിക്ക് പറഞ്ഞാൽ അദ്ദേഹം ചവറ MLA ആണ്, രവിപിള്ള സാറിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുമാണ്. അദ്ദേഹത്തിനെ ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. ഞാൻ എല്ലാവരെയും പറഞ്ഞു എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഒരാളിനെ വിട്ടുപോയെങ്കിൽ രാധാകൃഷ്ണൻ വേറെ കേരളീയ സമാജം രാധാകൃഷ്ണനെ കണ്ടില്ല കേട്ടോ, അപ്പോൾ വളരെ ശ്രദ്ധിച്ചില്ല. ഞാൻ രാധാകൃഷ്ണനെ ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ എത്തിയ ഇവരോടാണ് ശരിക്കും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത്. ജനങ്ങളിങ്ങനെ ഒഴുകി എത്തുകയായിരുന്നു. ഈ ഒരു ഹാളിന് കൈക്കൊള്ളാൻ വയ്യാത്ത രീതിയിലുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ ഉണ്ടായ അസൗകര്യങ്ങൾക്ക് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് താഴ്മ അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമത് ഏവർക്കും നന്ദി, നമസ്കാരം.